ഫയർ വർക്ക് ആൻഡ് എക്സ്പീരിയൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് കേട്ടോ. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതായത് റീസൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം. നമ്മുടെ ഹെൽത്തിൻ്റെ കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഓക്കെ വരുന്നു, ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു, മെയിനായിട്ട് അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ ഇങ്ങനെ പോയിരുന്നു. അതാണ് ഇത്ര ദിവസം വീഡിയോസും കാര്യങ്ങളായിട്ട് വരാണ്ടിരുന്നത്. അതായത് ഷോർട്സും കാര്യങ്ങൾ ഇട്ടിരുന്നു. അതെന്ന് വെച്ചാൽ ഡെയിലി ഷോർട്സ് ഇട്ടിരുന്നില്ല, നമ്മൾ ഇടയ്ക്കാണ് ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറഞ്ഞു വീഡിയോസും കാര്യങ്ങൾ ഇടാൻ പറഞ്ഞത്. ഇൻസ്റ്റയിലായാലും എനിക്ക് കുറേ പേര് മെസ്സേജ് തരുന്നത് പഴയ പോലെ വീഡിയോയും കാര്യങ്ങളും വരാത്തതെന്ന് കൊണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കിയത് ഇന്ന് വീഡിയോ ചെയ്യാൻ വന്നേക്കാം. അതായത് നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് പരിപാടി കഴിഞ്ഞ് ക്ലിയർ ആയ. അപ്പോൾ ഇന്നാണ് നമ്മളിത് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അതായത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. കാരണം അവർ പറയണത് നമ്മൾ കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് പിന്നെ മനഃപൂർവ്വം വീഡിയോ ഇടാത്തല്ല, അതിൻ്റെ റീസൺ ഞാൻ പറയും എന്തായാലും കേട്ടോ. ഈ വീഡിയോയിലല്ല, ഞാൻ വേറെ ഒരു ദിവസം പറഞ്ഞു തരാം എന്താ കാര്യങ്ങൾ, മൊത്തം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം. ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലോങ് വീഡിയോ. അപ്പോൾ നമുക്കിത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞുതരാം. പിന്നത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ സംഭവം ഇത് എങ്ങനെ കിട്ടും, അതായത് ഇതെങ്ങനെ സംഭവം, അതായത് എങ്ങനെ ചേർന്ന് കിട്ടണേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളത് നമുക്ക് കിട്ടണ രീതി അവർക്ക് അപ്പം തന്നെ കമൻറ്റ് രൂപത്തിൽ റിപ്ലൈ കൊടുത്തിരുന്നു. പക്ഷേ ഈ സാധനം നമുക്ക് ഇപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഇതെങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളധികം പറഞ്ഞ് നിങ്ങൾക്ക് ലാഗ് ആക്കണില്ല, നമുക്ക് എന്തെങ്കിലും വീഡിയോയിൽ കിടക്കാം. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിലേക്ക് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ഇനിയും വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം എന്ന് വെച്ചാൽ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച സംഭവം കേട്ടോ. അതായത് നമ്മുടെ ഈ ചാനലിൻ്റെ ബേസ് ഇഷ്ടപ്പെട്ട ആൾക്കാർ കുറേ പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് മുഖേന നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ വഴി നമ്മുടെ ചാനലിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് കണ്ട, ഇതാണ് വിസ്കോ ഫ്യൂസ് ഇട്ടാ, കണ്ടില്ലേ? ഇതൊരു ബണ്ടിലാട്ടാ. ഇങ്ങനെയാണ് വിസ്കോ ഫ്യൂസ് വരാം എല്ലായിടത്തേക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നപ്പോൾ നമ്മളിത് കളക്ട് ചെയ്തു. അത് നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവൻ തന്നതാട്ടാ. ഇതാണ് വിസ്കോ ഫ്യൂസ്. ഇത് 50 മീറ്റർ ആട്ടോ ഒരു കെട്ട് വരുന്നത് കേട്ടാ, കണ്ടില്ലേ? ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഒരു കെട്ടാണ്. ഇതിൽ എത്ര പീസായിട്ട് വരാമെന്ന് അറിയില്ല. നമുക്കൊരു കെട്ട് അവൻ തന്നു, നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പീസ് എടുത്ത് നമ്മൾ ചെയ്യണത് കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു 100 പീസ് തിരിൻ്റെ ആവും. അതായത് ഞാൻ കാണിച്ചത് ഇതുപോലത്തെ കണ്ട, ഇതൊരു 50 സെൻറ്റിമീറ്ററിൻ്റെ ഏകദേശം ഇതുപോലത്തെ 100 തിരിയാണ് കേട്ടോ ഈ ഒരു ബണ്ടിൽ വരുന്നത്, കണ്ടില്ലേ? ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മീറ്റർ തിരിക്ക് വരുന്നത് 2 രൂപയാണ് അങ്ങടെ വരുന്നത് ഈ സംഭവം. പക്ഷെ ഇതങ്ങനെ നമുക്ക് മേടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ നിയമപരമായിട്ട് തന്നെ കിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കെട്ടുമായിട്ടും കിട്ടില്ല. അത് അവൻ പറയുകയും ചെയ്ത് പ്രത്യേകം. അതായത് ബൾക്കായിട്ട് കിട്ടുള്ളൂ. ഈ തിരി വരുന്നതേ 50 സെൻറ്റിമീറ്റർ ആട്ടെ തിരി വരുന്നത്, കണ്ടില്ലേ? അങ്ങനത്തെ കെട്ടായിട്ട് വരുന്നത് 1 മീറ്റർ ആയിട്ടല്ല വരുന്നത്, 50 സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമുക്ക് ഈ തിരി കിട്ടാൻ, കണ്ടില്ലേ? ഏകദേശം അത്യാവശ്യം നീളം കയറി കണ്ടില്ല. പിന്നെ ഇതിൽ അവൻ പറഞ്ഞത് 2 ടൈപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇത് കുറഞ്ഞതാ, അതായത് തടി കുറഞ്ഞ വിസ്കോട്ടാ, വാട്ടർ പ്രൂഫ് തന്നെയാണ്. ഇതിനെ കുറച്ച് തടി കുറഞ്ഞതുണ്ട്. അതാണ് നമ്മുടെ സ്കൈ ഷോട്ടുകളിലൊക്കെ വരുന്നില്ലേ, അത് ഇതിനായിട്ടും കുറച്ച് പണ്ണുള്ളതാട്ടോ വരുന്നത്. ഇത് വേറെ മറ്റേ ചെറിയ മറ്റേ കത്തണ ഐറ്റംസിന് വേണ്ടി സെറ്റ് ചെയ്യാനാട്ടോ. ഇത് മറ്റേ ബട്ടർഫ്ലൈ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിലേക്കൊക്കെ വരുന്ന വിസ്കോണിത്. അപ്പോൾ ഇതിൻ്റെ സംഭവം 50 സെൻറ്റിമീറ്റർ ഏകദേശം ഈ ഒരു തിരിക്ക് വരാണെങ്കിൽ 1 രൂപ, 1 മീറ്ററിന് 2 രൂപയായിട്ടാണ് പറഞ്ഞു. അതായത് നമുക്ക് ഇങ്ങനെയല്ല കിട്ടുക, അവർ ബൾക്കായിട്ട് കിട്ടുമ്പോഴാണ് റേറ്റ് ഞാൻ പറഞ്ഞത്, കണ്ടില്ലേ? ഇതാണ് സംഭവം. 100 പീസ് വരും ഇങ്ങനത്തെ ഒരു കെട്ട്. അങ്ങനെ നല്ല സേഫ്റ്റിക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ ചാനലിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഈ സംഭവം. അപ്പോൾ നമുക്കിത് കിട്ടിയപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് തോന്നി. വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് ഇതെങ്ങനെ വരണതെന്നൊന്നും അറിയില്ലല്ലോ. നമ്മളായാലും ഒരു എക്സ്പെരിമെൻറ്റും കാര്യം ചെയ്യുമ്പോൾ സ്കൈ ഷോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ തിരി എടുക്കണ്. അപ്പോൾ അവിടെ സ്കൈ ഷോട്ട് കുറച്ച് വേസ്റ്റ് ആയി പോകണ്. നമുക്ക് ഈ തിരി ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉപകാരമുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഇതിന് മുമ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, നമ്മൾ സ്കൈ ഷോട്ടിനാണ് തിരി എടുക്കുന്നത്. കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു ഈ തിരി എവിടെ നിന്ന് കിട്ടുക, തിരി എവിടെ നിന്ന്. അപ്പോൾ ഒക്കെ ഞാൻ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്ത ആൾക്കാർ കാണണമെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ സ്കൈ ഷോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ സംഭവം ഫ്രണ്ട് മുഖേന കിട്ടിയപ്പോൾ ഒരു കൗതുകം. എനിക്കായാലും കണ്ടപ്പോൾ ഒരു ഇതാ, അതായത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ സംഭവം.
അപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കണം. നോർമലായിട്ട് കത്തിച്ച് നോക്കണം. പിന്നെ ഇത് കത്തിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. കറക്റ്റ് കത്തനാണോ അതോ കെടോ ഇല്ലയെന്നൊക്കെ നോക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ടെസ്റ്റിങ്ങിലേക്ക് എന്തായാലും കണക്കട്ടെ. നിങ്ങളിത് ഈ തിരി ഇത് എടുത്തൊന്ന് കണ്ടോ കേട്ടോ. ഇതാണ് നമ്മുടെ തിരി. കണ്ടില്ലേ? നല്ല ഫിനിഷിങ്ങോട് കൂടിയാട്ടോ വന്നേക്കുന്നത്. 100 പീസാട്ടോ ഇതിൽ വരുന്നത്. കണ്ടില്ലേ? ഞാൻ കാണിച്ചാലേ ഇവിടുത്തെ ഈ റബ്ബർ ബാൻഡ് വീട്ടിലൊന്ന് വിരിച്ച് കാണിച്ചാൽ കണ്ട. കണ്ടില്ലേ? 100 തിരിയാട്ടോ അത്. വാട്ടർ പ്രൂഫ് തിരി, സെറ്റ് സാധനം. കണ്ട, ഇവിടെ തീ കൊടുത്തു കഴിഞ്ഞാൽ കത്തും. കാരണം നമ്മുടെ ഈ ഒരു തിരിയിലെ വണ്ണം കണ്ടില്ലേ? ഇത്രയാട്ട വരുന്നേ. അതായത് നിങ്ങൾ കുറേ പേര് സ്കൈ ഷോട്ടിൻ്റെ തിരി കണ്ടിട്ടില്ലേ? അതിനായിട്ടും കുറച്ച് വണ്ണം കുറവാട്ടെ ഈ തിരി. കണ്ടില്ലേ? പിന്നെ ഇത് കുറച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, വടി പോലെ നിൽക്കണ്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ആ തിരി. അതിലൊരു തിരിയാട്ടോ നമ്മൾ എടുത്തേക്കണ്. കണ്ടില്ലേ? നല്ല ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ബലമുണ്ട്. പൊട്ടില്ല, കൈ കൊണ്ട് കൈ പൊട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങിൽ കിടക്കട്ടാ. അപ്പോൾ ഈ തിരി എങ്ങനെ കത്തണേ നമുക്ക് നോക്കാം. എത്ര സ്പീഡിലാണ് കത്തണേ, എങ്ങനെ പോകണമെന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കത്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കട്ടോ. നമ്മൾ ടെറസിൻ്റെ മേലെ കേട്ടാ. അതേ കത്തിച്ചിട്ടുണ്ട് നമ്മൾ തിരി. കേട്ടോ, നിങ്ങൾക്ക് കത്തണത് കാണില്ല, കാരണം ഒരു പുക പോലെ തോന്നുന്നു. പക്ഷെ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്യാമറയിൽ എത്ര ഇത് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ അത് കത്തിച്ചിട്ടുണ്ടോ? ഞാൻ എടുത്തേക്ക് പിടിക്കുക. കണ്ടോ? ഇതില് എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ സ്കൈ ഷോട്ടിന്റെ തിരിനാട്ടിയും കുറച്ച് സ്ലോ ആട്ടെ ഈ തിരി കത്തണം. അതെനിക്ക് തോന്നുന്നു വണ്ണം കുറഞ്ഞ തിരിയായ കാരണം തോന്നുന്നു കുറച്ച് സ്ലോ ആ. മറ്റേ തിരി ഇതിനും കുറച്ച് സ്പീഡിലുണ്ട് കേട്ടോ. കാരണം സെറ്റ് ഔട്ട് ഇത്ര വലിപ്പമുള്ള തിരി നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് കത്തിച്ചപ്പോൾ ഇതിനായിട്ട് സ്പീഡിലാണ് പോയിരുന്നത്. കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നുണ്ട്. കുറച്ച് സ്ലോ ആണ്, എന്നാലും ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ? നിങ്ങളുടെ വീഡിയോയിൽ പുക പോലെയൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ? കണ്ടില്ലേ? ഇത്ര ഉള്ളോ? നമുക്ക് എന്തായാലും ഇത് കളയാം. അപ്പോൾ നമ്മൾ തിരി കത്തി കഴിയാറേണ്ട കേട്ടോ. പിന്നെ ഈ തിരി ഒരിക്കലും കെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ തിരിക്ക്. അപ്പോൾ കൈൻ്റെ അവിടെ എത്ര നമുക്ക് കളയാം. നമ്മുടെ അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ഈ തിരി വെള്ളത്തിൽ കത്തോ നോക്കാം. എത്ര നേരം മുക്കി പിടിച്ച കത്തി കെടോ ഇല്ലയെന്ന് നമുക്കറിയണം. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ബൗളിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കത്തിച്ച് നോക്കാം. കത്തിച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ മുക്കാം. കണ്ടില്ലേ? വെള്ളത്തിൽ കത്തണ്ട ഇതിരി. കണ്ട ബബിൾസ് വരണണ്ട. സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നല്ലൊരു സൗണ്ട് വരുന്നുണ്ട്. തിരി കണ്ട കത്തി പോകണ്ട. വെള്ളത്തിൽ മുക്കാം. കണ്ട തിരി വാട്ടർ പ്രൂഫിന്റെ കാര്യത്തിൽ അടിപൊളി കേട്ടോ. കാരണം നോക്കിയാ സെറ്റ് സാധനം. ഇപ്പോഴും തിരി കത്തണണ്ട, ഒരു കുഴപ്പമില്ല. അപ്പോൾ സാധനം അടിപൊളി കേട്ടോ. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്ന കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇതിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്തായാലും വീഡിയോ അധികം ലാഗ് ഇല്ലാണ്ട് ഇടാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.